ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷൈലാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സോയാ കബാബാണ്. ഇതൊരു നല്ല റെസിപ്പിയാണ്, എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് സോയാ കബാബ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ സോയാബീൻ എടുത്തിട്ടുണ്ട്. സോയാബീൻ ഞാനിവിടെ 2-3 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. ഇനി ഇത് നമുക്ക് നല്ലപോലെ പിഴിഞ്ഞ് ഇതിലത്തെ വെള്ളമൊക്കെ മാറ്റണം. ഇതിപ്പോൾ ഞാനിവിടെ വെള്ളമൊക്കെ പിഴിഞ്ഞെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെയുള്ള കൂട്ടുകളൊക്കെ റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു ചെറിയ സവാളയും കുറച്ച് പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ഇതിപ്പോൾ ഇവിടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ സോയാബീൻ പൊടിച്ച് വെച്ചതിലോട്ട് ആ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഇഞ്ചിയും വെള്ളുള്ളിയും കൂടി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് പാകത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇതൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 2 ടീസ്പൂൺ കോൺഫ്ലവർ, 2 ടീസ്പൂൺ മൈദ ഇതൊക്കെ ചേർത്തിട്ട് നല്ലപോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. സോയാബീനിലുള്ള നനവ് കൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിവിടെ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട ഷേപ്പൊക്കെ കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതിന് ഈ ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി